അന്ന് ചുവന്ന ലൈറ്റ് ഇങ്ങനെ കത്തി ഇങ്ങനെ പോകുന്ന വാഹനം. അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട്, അന്ന് ഈ പഠിക്കാൻ വന്ന മറ്റു പലരോടും ഞാൻ പറയുകയുണ്ടായി, ഇങ്ങനെയൊരു വാഹനത്തിൽ എന്ന് സഞ്ചരിക്കാൻ പറ്റും. ഞാനൊന്നും പറയുമായിരുന്നു, എനിക്ക് ഈ റാങ്കും യൂണിഫോമിനോടുമാണ് എൻ്റെ പ്രതിപത്തി. പക്ഷെ അന്ന് ഞാൻ ആലോചിച്ചു, എപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് IPS കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അത് കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ ഒരു പ്രൊമോഷൻ പോലും തരാതെ എന്നെ കാലാകാലം കമ്പ്യൂട്ടർ സെൽ SP ആക്കിയിരുന്നാൽ എനിക്ക് പരാതി ഇല്ല എന്ന് ഞാൻ കരുതിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ജീവിക്കുന്ന ഓരോ നിമിഷവും വീണ്ടും വീണ്ടും ജീവിച്ചു തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ജോലിയെ കാണുന്നത്. ഈ ജോലിയെ പോലെ ഒരു ജോലി വേറെ ലോകത്തില്ല എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിനിമയിൽ പറയുന്ന പോലെ പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി അല്ല എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടത്തിലാണ്. +2 ഒന്നും ഉണ്ടായിരുന്നില്ല, അന്ന് പ്രീ ഡിഗ്രി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 505 മാർക്ക് മേടിച്ച് SLC പാസ്സായ ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ എനിക്ക് 93% മാർക്സ് ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഒരുപാട് എന്താ പറയുക, എക്സിസ്റ്റൻഷ്യലിസവും ഫിലോസഫിയും വേദാന്തവും ഒക്കെ ആയിട്ട് നടന്ന് രണ്ടാമത്തെ വർഷം ശരിയായിട്ട് പഠനം പൂർത്തീകരിക്കാൻ പറ്റാതെ ആ കാലഘട്ടത്തിൽ അവസാനമായപ്പോഴാണ് ഞാൻ പ്രീ ഡിഗ്രിയുടെ പരീക്ഷ തുടങ്ങുന്ന സമയത്താണ് ഞാൻ നാട് വിട്ട് കാട്ടിൽ തപസ്സിന് പോയി. കുടജാദ്രി മലകളിൽ പോയി എന്താ പറയുക, മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള തപസ്സിനെന്ന് പറഞ്ഞ് വീട് വിട്ട് പോയിരുന്നൊരു കാലമാണത്. ആ സമയത്ത് പിന്നെ ഒരു പരീക്ഷ എഴുതാൻ പറ്റില്ല, ഇംഗ്ലീഷിൻ്റെ ഒരു എക്സാം എഴുതാൻ പറ്റില്ല. അത് കഴിഞ്ഞൊരു 13 ദിവസം ഈ കാരണവാസത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് ബാക്കി പരീക്ഷയൊക്കെ കൂടെ എഴുതിയപ്പം ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും മാർക്കിൻ്റെ അഗ്രിഗേറ്റ് എല്ലാം കൂടി ഒരു 52% ഇടമുണ്ട്. ആദ്യത്തെ കൊല്ലം 93 കിട്ടിയത്, രണ്ടും കൂടെ ചേർന്ന് വന്നപ്പോൾ 52%. അപ്പം വീട്ടുകാരെല്ലാവരും കൂടെ തീരുമാനിച്ചു, ഇനി ഇത് പോരാ, ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഒരുപാട് പേർക്ക് എൻട്രൻസ് പരീക്ഷ എഴുതി അവരൊക്കെ എഞ്ചിനീയർമാരാകാൻ പോകുന്നു, ഞാനൊന്നുമല്ലാതായി പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു പരാതി കാരണം അന്ന് അങ്ങനെ അവിടുന്ന് എൻ്റെ സഹോദരി എറണാകുളത്ത് താമസിക്കുന്നുണ്ടായിരുന്നു, മൂത്ത സഹോദരി. അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചു. ഇവിടെ സയൻസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ പഠിച്ചു കഴിഞ്ഞ് രണ്ടാമത് പരീക്ഷ എഴുതിയപ്പോഴും നമുക്കങ്ങനെ ഒരു മാർക്ക് കിട്ടണം, മോട്ടിവേഷൻ, അതായത് സർവ്വസംഘ പരിത്യാഗിയായി കഴിയണം എന്നുള്ളൊരു തീരുമാനത്തോടെയാണ് പണ്ട് കാട്ടിപ്പോയത്. ആ കാട്ടിപ്പോകാനുള്ള തീരുമാനം കഴിഞ്ഞിട്ട് പൂർണ്ണമായും നാട്ടിലെ മുഖ്യധാരയിൽ ഇഴുകിച്ചേരാനുള്ളൊരു തീരുമാനം മനസ്സിലില്ലാത്തതുകൊണ്ടായിരിക്കണം ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും നടന്നില്ല. 52% അടുത്ത കൊല്ലപ്പോഴത്തേക്കും 51% ചുരുങ്ങി. അങ്ങനെ 51% ചുരുങ്ങിയ ആ മാർക്ക് വെച്ചുകൊണ്ട് പിന്നെ വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തീരുമാനം കൊണ്ടാണ് അന്ന് കോഴിക്കോടുള്ള ചേളന്നൂർ SN കോളേജിൽ വളരെ ബുദ്ധിമുട്ടി, അവിടെ തന്നെ അഡ്മിഷൻ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി, മാത്തമാറ്റിക്സിന് ഡിഗ്രിക്ക് ചേർന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടം തുടക്കം താരതമ്യേന ഉജ്ജ്വലമായിരുന്നെങ്കിലും പിന്നീട് രണ്ടാം കൊല്ലം ആയപ്പോഴത്തേനും ഒരുപാട് എന്താ പറയുക, ഈ ഫിലോസഫിക്കലായിട്ടുള്ള ചിന്തകളായിരുന്നു അന്ന് എന്നെ നയിച്ചിരുന്നത്. അപ്പം ഈ ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചും ഒക്കെ ഒരുപാട് ചിന്തിച്ച് സമയം പോയതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ മാർക്ക് കുറഞ്ഞു പോയത്. പിന്നീട് അത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പഠനത്തിലേക്ക് മനസ്സ് തിരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചത്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടെന്ന് ഇപ്പോഴത്തെ കാലത്ത് പറയാം. പക്ഷേ അന്നത് എൻ്റെ ശരിയായിരുന്നു, ആ ശരിക്കനുസരിച്ചാണ് അന്ന് ഞാൻ ജീവിച്ചിരുന്നത്. അന്ന് യഥാർത്ഥത്തിൽ അന്ന് ഡിഗ്രിക്ക് ചേർന്നപ്പോൾ മാത്തമാറ്റിക്സിനൊക്കെയാണ് ചേർന്നതെങ്കിലും പഠനത്തിൽ വലിയ താല്പര്യം ഒന്നുമില്ല. ഈ ഫിലോസഫിക്കൽ ബെൻറ്റ് ഓഫ് മൈൻഡ് തുറന്നിരുന്നു എന്ന് തന്നെ പറയാം. അന്ന് കലാപരമായിട്ടൊക്കെ ഒരുപാട് താല്പര്യങ്ങളുണ്ടായിരുന്നു. അത് കലാപരമായിട്ടുള്ള താല്പര്യങ്ങൾ അതിന് മുമ്പുണ്ടായിരുന്നതാണ്. അത്യാവശ്യം പാട്ട് പാടുമായിരുന്നു. അന്ന് തന്നെ ഞാൻ ആകാശവാണിയിൽ ഓഡിഷൻ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ പാടാനും പിന്നെ വയലിൻ പഠിച്ചിട്ടുണ്ട്, മൃദംഗം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് വയലിനൊക്കെ ഇൻറ്റർസോണിന് വിന്നറൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപഴകിയിരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും കോളേജിൽ ഫൈൻ ആർട്സ് സെക്രട്ടറി പദവി അലങ്കരിക്കുകയുണ്ടായി. അപ്പോൾ അത് എന്താ പറയുക, പാഠ്യേതര വിഷയങ്ങളിൽ വലിയൊരു എഫേർട്ടില്ലാതെ നടത്തുന്ന ഒരു സബരിയാ എന്നുള്ള നിലയ്ക്കാണ് കലയൊക്കെ കൊണ്ടു നടന്നിരുന്നത്. അല്ലാതെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പെർസ്യൂട്ട് ആയിരുന്നില്ല. പക്ഷെ പഠനം എന്തായാലും ബാക്ക് സീറ്റ് തന്നെയായിരുന്നു. ആദ്യത്തെ 3 വർഷം കമ്പൈൻഡായിട്ട് അറ്റൻഡൻസ് വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും അവസാനം തീരുമാനമെടുത്ത് പരീക്ഷ എഴുതാനുണ്ടായത്. അപ്പോൾ പരീക്ഷ എഴുതിയപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് എഴുതി. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് മാത്സിൻ്റെ റിസൾട്ടിലും കണ്ടു.
അപ്പോൾ അങ്ങനെ ഈ പാഠ്യേതര വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ടുണ്ടെന്ന് പിന്നെ കല മാത്രമായിരുന്നില്ല, കോളേജ് തലത്തിലുള്ള സ്പോർട്സിലൊക്കെ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. അതിനൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു എഫേർട്ട് വേണ്ടിയുള്ള കാര്യമായിരുന്നില്ല. എന്നുവെച്ചാൽ ഞാൻ മുമ്പേ ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു അതെല്ലാം. അല്ലാതൊരു പെട്ടെന്ന് കലയിലോട്ട് പെട്ടെന്ന് തിരിഞ്ഞൊരു തിരിയലില്ല. അപ്പം അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം എന്ന് കൈവന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കലാപരമായിട്ട് വരാം എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്തതല്ല. കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് പോലീസിന് വലിയൊരു താല്പര്യമായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ അച്ഛനൊരു ന്യായാധിപനായിരുന്നു, അച്ഛനൊരു മജിസ്ട്രേറ്റ് ആയിരുന്നു. അപ്പം അച്ഛൻ്റെ മുമ്പിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളെയൊക്കെ കൊണ്ട് രാത്രി പകലൊന്നില്ലാതെ പലപ്പോഴുമായിട്ട് അവരെ ഹാജരാക്കാനൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഈ പോലീസ് യൂണിഫോം കാണുമ്പോൾ ഒരു കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന എല്ലാ എന്താ പറയുക, അതിനെക്കുറിച്ചുള്ളൊരു അതിഭാവുകത്വത്തോടുകൂടിയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മനസ്സിൽ ഇതുപോലെയൊക്കെ ആവണം, അവർ വളരെ സ്മാർട്ടായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് നിന്ന് സല്യൂട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് അഭിനിവേശം തോന്നിയിരുന്നു അന്നേ. അത് ഞാൻ 7ാം ക്ലാസ്സിലായപ്പോഴാണ് എൻ്റെ അച്ഛൻ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. അപ്പം അതുവരെ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലീസുകാരെ. അത് കഴിഞ്ഞും പോലീസുകാരെ കണ്ടുകൊണ്ടിരുന്നിരുന്നു എന്ന് പറഞ്ഞാൽ തുടർന്ന് അച്ഛൻ ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാരുമായിട്ടൊക്കെ നിരന്തരം അച്ഛനെ വന്ന് പലതിനും കൺസൾട്ട് ചെയ്യുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള പോലീസുകാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വഴി പോലീസിനെ കുറിച്ച് എനിക്കൊരു വലിയ മതിപ്പന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ NCC ചേർന്നിരുന്നു. അപ്പോൾ NCCയിലുണ്ടായിരുന്നപ്പോഴും ഈ യൂണിഫോമിനോടുള്ള ഒരു പ്രതിപത്തി പണ്ടേ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്നേ തന്നെ എൻ്റെ മനസ്സിലെ ലക്ഷ്യം അന്ന് പക്ഷേ ഇങ്ങനെ IPS ആവാൻ പറ്റും എന്നുള്ളൊരു സങ്കല്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ SI ആവണം അങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത്. പിന്നീട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് സിവിൽ സർവീസസ് മോഹം മനസ്സിലാങ്കുരിച്ചത്. അതിന് യഥാർത്ഥത്തിൽ നാന്ദിയായിരുന്നത് നമ്മുടെ ജയകുമാർ സാറായിരുന്നു, അന്ന് കോഴിക്കോട് കളക്ടറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, കഴിഞ്ഞ ദിവസം ഞാനത് സംസാരിക്കേണ്ടത്, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വേണു സാറിന് IAS കിട്ടിയപ്പോൾ വേണു സാറിൻ്റെ അമ്മയും എൻ്റെ അമ്മയും കൂട്ടുകാരായിരുന്നു. അപ്പോൾ അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് കിട്ടി. അപ്പോൾ അദ്ദേഹം എന്നെക്കാളൊരു 3-4 കൊല്ലം സീനിയറായിട്ട് കിട്ടിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയപ്പോഴും നമുക്കൊരു മോഹം തോന്നി, എനിക്ക് ഒന്നുകൂടെ ശ്രമിക്കാം. അപ്പോൾ അദ്ദേഹം വന്ന്, സത്യം പറഞ്ഞാൽ അന്ന് അക്കാഡമിയിൽ ട്രെയിനിങ്ങിന് പോകുന്ന അന്ന് ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതും വലിയൊരു ഇൻസ്പിറേഷനായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്നതിന് ശേഷമാണ് തീർത്തും IPSലേക്കുള്ളൊരു പാത വെട്ടി തുറക്കാനായിട്ട് തീരുമാനിച്ചത്. അതുവരെ പോലീസാവണം എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. യൂണിഫോമിനോട് വലിയ മോഹമായിരുന്നു. നേവൽ NCCയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം നേവിയിൽ ചേരാനുള്ളതിനെക്കുറിച്ചൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവസാനം സിവിൽ സർവീസ് എടുക്കുകയാണെങ്കിൽ IPS വേണമെന്നുള്ള ആഗ്രഹം വളരെ വ്യക്തമായിട്ട് മനസ്സിൽ മുമ്പേ അങ്ങനെ എന്താ പാറയിൽ എഴുതി വെച്ച പോലെ ഉറച്ച ഒരു ലിഖിതമായിട്ട് മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് തന്നെ മനസ്സിൽ ചെറുപ്പകാലം തൊട്ട് അങ്കുരിച്ചിരുന്ന ഒരു മോഹം, അതിൻ്റെ സബലീകരണമാണ് ഈ IPS എന്ന് പറയാൻ പറ്റും. അല്ല, ജയകുമാർ സാറ് ആസ് എ പേഴ്സൺ, ഞാൻ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹം സബ് കളക്ടറായിരുന്നു കോഴിക്കോട്. അപ്പോൾ വളരെ സുമുഖനമായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ. ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ വളരെ ആരാധനയോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ, ഞാനടക്കം. മീര മാഡം വൈഫും ഞങ്ങളുടെ സ്കൂളിലൊക്കെ വന്നിട്ട് ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ വളരെ വളരെ ചാമിങ് ആയിട്ടുള്ളൊരു ലേഡി. സാറും അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് നേടാനുണ്ട്, കേൾക്കാൻ പറ്റും എന്ന് തോന്നലുണ്ടാക്കുന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം പണ്ട് സബ് കളക്ടർ ആയിരുന്നപ്പം ചിന്മയാനന്ദ സ്വാമികളുടെ ഗീതാജ്ഞാനയജ്ഞം നടക്കുന്നു സാമൂതിരി ഹൈസ്കൂൾ അങ്കണത്തിൽ കോഴിക്കോട്. അവിടെ അദ്ദേഹം വന്ന് സ്വാമിജി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭഗവത്ഗീതയെക്കുറിച്ച് വളരെ പെട്ടെന്ന് വന്നിട്ട് അദ്ദേഹം ഒരു 15 മിനിറ്റ് ഭഗവത്ഗീതയെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് പോയി. സ്വാമിജി അന്ന് പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടും സ്റ്റേജിൽ കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു, ഇത് കേട്ടിട്ട് എനിക്ക് നാണാവുന്നു, ഇനി ഞാനെന്ത് പറയാനാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അത്ര വശീകരണ തീവ്രതയോടുകൂടി സംസാരിക്കാൻ, അതായത് ഭാഷയിൽ നല്ല നൈപുണ്യം, ആശയങ്ങളിൽ വളരെ ആഴം, പിന്നെ ഏത് വിഷയത്തിലും നല്ല അവഗാഹത്തോട് സംസാരിക്കാനുള്ള കഴിവൊക്കെ അദ്ദേഹത്തിൻ്റെ നമ്മൾ ദൂരെ നിന്ന് കണ്ടും. പിന്നെ അദ്ദേഹത്തെ 1-2 തവണ ഞങ്ങൾ കോളേജിലൊക്കെ ഞങ്ങളുടെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം കളക്ടറായിട്ട് കോഴിക്കോട് തന്നെ വന്നു. അപ്പോൾ ക്ഷണിക്കാനൊക്കെ പോയിട്ട് അങ്ങനെയും പരിചയമുണ്ട്.
അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഒരു സെമിനാർ നടത്തിയതാണ് യഥാർത്ഥത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. ഞാൻ സെക്കൻഡ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നടത്തിയൊരു സെമിനാർ. അപ്പോൾ അന്ന് അദ്ദേഹം എന്ത് വെച്ചാൽ ഒരുപാട് ബഡ്ഡിങ് IAS ഓഫീസേഴ്സ്, അതായത് പ്രൊബേഷണേഴ്സായിട്ട് വന്നിരുന്ന കുറച്ച് ഓഫീസേഴ്സിനെ കൊണ്ടുവന്നിട്ട് അന്ന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം സിവിൽ സർവീസിൽ കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ആ ഒരു പരിപാടി നടപ്പാക്കിയത്. അതിന് ഞങ്ങളുടെ കോളേജിൽ നിന്ന് 25 പെൺകുട്ടികളെയും, നന്നായിട്ട് പഠിക്കുന്ന 25 പെൺകുട്ടികളെയും, താരതമ്യേന വളരെ ഭേദപ്പെട്ട മാർക്കൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ഒരു 5 ആൺകുട്ടികളെയും, ഈ 30 പേരെ പറഞ്ഞയക്കാൻ കോളേജ് അധികൃതർ തീരുമാനിക്കുകയും അവരുടെ കൂടെ അവർക്ക് എസ്കോർട്ടായിട്ട് പോകാനായിട്ട് യൂണിയൻ ഭാരവാഹി എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അന്ന് പോയ പോക്കിൽ അവിടെ വെച്ച് എനിക്ക് അന്ന് തന്നെ എൻ്റെ ജെൻഡർ പൊളിറ്റിക്സും എനിക്ക് എന്താ പറയുക സ്ത്രീ വിമോചനത്തെക്കുറിച്ചും സ്ത്രീകളുടെ ലിംഗപരമായ നീതിയെയും സമത്വത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണകളൊക്കെ വളരെ ക്രോഡീകരിക്കപ്പെട്ട് വളരെ എന്താ പറയുക വ്യക്തമായ ഒരു ധാരണ എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിലുള്ള മറ്റു പലരേക്കാളും മെച്ചമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അപ്പോൾ അന്ന് അതിന് വിരുദ്ധമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊബേഷണറായിട്ട് ഉണ്ടായിരുന്നൊരു ലേഡി സംസാരിച്ചതിനെതിരെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിടുന്നതാണ് എൻ്റെ സിവിൽ സർവീസ് മോഹം യഥാർത്ഥത്തിൽ അതിൻ്റെ ബീജാപാപം നടക്കുന്നത് അവിടെയാണ്. ഞാൻ ഈ IAS പ്രൊബേഷനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അവരെക്കാളും വലിയ ബുദ്ധി കുറവൊന്നുമില്ല എന്നുള്ളൊരു അന്ന് മിഥ്യ ആയിട്ടുള്ളൊരു അഹങ്കാരം എന്ന് പലരും പറഞ്ഞിരുന്ന, പിന്നീട് അത് എന്തായാലും ശ്രമിച്ചു നോക്കാൻ, സിവിൽ സർവീസിന് വേണ്ടി ശ്രമിച്ചു നോക്കാനായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കാരണമായി. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സിവിൽ സർവീസ് പഠിക്കാനായിട്ടുള്ള തുടക്കം. അതിനുശേഷമാണ് ഞാൻ പരീക്ഷ എഴുതാൻ തന്നെ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ പോലീസ് അവിടെ നിന്ന് തീരുമാനിച്ചെങ്കിലും പോലീസിൽ IPS വേണം എന്ന് തീരുമാനിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ ജയകുമാർ സാറിൻ്റെ ഈ സെമിനാറും അതിന് മുമ്പുള്ള അദ്ദേഹമായിട്ടുള്ള ഇൻട്രാക്ഷൻ തന്നെയാണ്. സിനിമ വളരെ ഭാവുകത്വത്തോടുകൂടിയാണ് അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. കൂടുതൽ എന്താ ഈ സുരേഷ് ഗോപി കഥാപാത്രങ്ങളെല്ലാം. പക്ഷെ അന്നും എനിക്ക് യഥാർത്ഥത്തിൽ പോലീസിൽ എന്തൊക്കെയാണ് ഞാൻ നേരിടേണ്ടി വരിക എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാനിപ്പോഴും ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി മെയിൻ എക്സാം കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് സെലക്ഷൻ ആയതിനു ശേഷം ഞങ്ങളൊരു 10-13 പേര് ചേർന്ന്, അന്ന് അലക്സാണ്ടർ ജേക്കബ് സാറ് കണ്ണൂർ റേഞ്ച് DIG ആണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി പോയി. അദ്ദേഹം ഞങ്ങളെ ഒരുപാട് വിഷയങ്ങളെ അധികരിച്ച് അദ്ദേഹം ഞങ്ങൾക്ക് അവിടെ യൂത്ത് ഹോസ്റ്റലിൽ താമസമൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ ഞങ്ങൾ താമസിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിലും വീട്ടിലുമൊക്കെ ചെന്നിരുന്ന് അദ്ദേഹം പറയുന്ന ഈ സിവിൽ സർവീസ് അധികരിച്ചിട്ടുള്ള വിഷയങ്ങളും ഇതര വിഷയങ്ങളും, അദ്ദേഹം ഒരു വിജ്ഞാന ഭണ്ഡാകാരമാണ്, ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ ഒരുപാട് വ്യത്യാസം വരുമെന്ന് കരുതിയിരുന്നു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളൊരു വൈകുന്നേരം ഒരു 7 മണി സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് നടന്നു പോകുമ്പോൾ അന്ന് അവിടുത്തെ കണ്ണൂർ SP ആയിരുന്ന വിൻസെൻ്റ് പോൾ സാറ് അദ്ദേഹം വാഹനത്തിൽ ഇങ്ങനെ ചെന്ന് DIG കാണാൻ കയറുകയാണ്. അപ്പോൾ കയറുമ്പോൾ അന്ന് ചുവന്ന ലൈറ്റ് ഇങ്ങനെ കത്തി ഇങ്ങനെ പോകുന്ന വാഹനം. അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട്, അന്ന് ഈ പഠിക്കാൻ വന്ന മറ്റു പലരോടും ഞാൻ പറയുകയുണ്ടായി, ഇങ്ങനെ ഒരു വാഹനത്തിൽ എന്ന് സഞ്ചരിക്കാൻ പറ്റും? ഈ ലൈറ്റിട്ട വാഹനത്തിൽ ഇങ്ങനെ അതിൻ്റെ ഒരു പ്രഭയം, അതിൻ്റെ ഗ്ലാമർ മാത്രമേ അന്ന് സത്യം പറഞ്ഞാൽ അറിയുമായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് എൻ്റെ കൂടെയുള്ളവരിൽ ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ IAS ആണ് ഫസ്റ്റ് ചോയ്സ് കൊടുത്തിരുന്നത്. ഞാൻ മാത്രമാണ് IPS ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കൊടുത്തിരുന്നത്. അപ്പം അന്ന് IAS വാദികളെല്ലാവരും എന്നോട് പറയുമായിരുന്നു IAS ആണ് നല്ലത്. അപ്പോൾ ഞാനെന്നും പറയുമായിരുന്നു എനിക്ക് ഈ റാങ്കും യൂണിഫോമിനോടുമാണ് എൻ്റെ പ്രതിപത്തി. അപ്പോൾ അതിന് ഞാൻ അവരോട് പറഞ്ഞു, എല്ലാവരും നമ്മൾ ഒന്നിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, മരിക്കാനാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് എൻ്റെ കൂട്ടുകാരനോട് തമാശ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ ആ പറഞ്ഞ വാചകത്തിൽ നിന്ന് തന്നെ അത് എത്രത്തോളം എന്നെ സ്വാധീനിച്ചിരുന്നു എന്നുള്ള വ്യക്തമാണ്. പക്ഷെ അന്ന് നമുക്കിത് മാത്രമേ അറിയൂ, ഈ ഗ്ലാമർ ഭാഗം മാത്രമേ അറിയുള്ളൂ. സിനിമയിൽ കാണുന്നതൊന്നും ഒക്കെ ഒരു പക്ഷേ ഒരു വലിയ പരിധി വരെ യഥാർത്ഥമാണെന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഈ ഗ്ലാമർ പരിവേഷമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പോലീസിൻ്റെ യൂണിഫോം. പക്ഷെ അന്ന് തീരെ അറിഞ്ഞുകൂടാതിരുന്നതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ടെൻഷൻ എത്രയാണെന്നോ ഒന്നും നമുക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അത് പിൽക്കാലത്ത് പിന്നെ മാത്രമല്ല, ഞാൻ അന്ന് ഇപ്പം നമ്മൾ പലരും നമ്മളോട് ചോദിക്കുന്ന ഈ ഒതുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളെ ഒരു മെയിൻ പോസ്റ്റിൽ നിന്ന് മാറ്റി വേറെ പോസ്റ്റിൽ ഒതുക്കിയോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ അന്ന് ഞാൻ ആലോചിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് IPS കിട്ടിയിട്ട് അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു, അന്ന് ഏതൊരു വാർത്ത കണ്ടിരുന്ന ഏതൊരു ഉദ്യോഗസ്ഥനെ കമ്പ്യൂട്ടർ സെല്ലിലെ SP ആക്കി മാറ്റി ഒതുക്കി എന്നപ്പോൾ ഇങ്ങനെ മാധ്യമങ്ങളിൽ തന്നെ അത് കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇത് ഒതുക്കലാണോ അല്ലയോ എന്നൊന്നും അന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അന്ന് ഞാൻ ആലോചിച്ച് എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് IPS കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം.
അത് കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ ഒരു പ്രൊമോഷൻ പോലും തരാതെ എന്നെ കാലാകാലം കമ്പ്യൂട്ടർ സെൽ SP ആക്കിയിരുന്നാലും എനിക്ക് പരാതി ഇല്ല എന്ന് ഞാൻ കരുതിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് അഭിനിവേശമായിരുന്നു ഈ സർവീസിനോട്. ആ അഭിനിവേശം ഇപ്പോഴും നിലനിർത്താൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വലിയ സന്തോഷമായിട്ട് തോന്നുന്നൊരു കാര്യം. എനിക്കിപ്പോഴും ആ തീ കെട്ടിട്ടില്ല. എൻ്റെ മനസ്സിലിപ്പോഴും ഈ പോലീസ് ജോലിയോടും ഞാനിപ്പോൾ ഇരിക്കുന്ന പദവിയോടും എനിക്ക് വലിയ മമതയും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ട്. അതെൻ്റെ മനസ്സിലെനിക്ക് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ സിനിമയിൽ കണ്ടത്രയും അല്ലെങ്കിലും ഇത് യഥാർത്ഥ ചിത്രം അറിയാൻ കുറേ വൈകി എന്നുള്ളൊരു സത്യമാണ്. 100%, 100 നല്ല 150%. ഇതിനകത്ത് ഇപ്പോൾ ജീവിക്കുന്ന ഓരോ നിമിഷവും വീണ്ടും വീണ്ടും ജീവിച്ചു തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ജോലിയെ കാണുന്നത്. ഈ ജോലിയെ പോലൊരു ജോലി വേറെ ലോകത്തില്ല എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇത് തരുന്നൊരു വെറൈറ്റിയും ഞാൻ നേരത്തെ പറഞ്ഞതിനർത്ഥം അന്നത്തെ മോഹങ്ങളും ഇച്ഛകളും ഒക്കെ ഭംഗങ്ങളായി ഭവിച്ചു എന്നല്ല. യഥാർത്ഥത്തിൽ അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കരുതിയിരുന്ന വെല്ലുവിളികളൊന്നുമല്ല ഇതിനകത്തുള്ളത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ഞങ്ങൾ ട്രെയിനിങ് സമയത്ത് ഞങ്ങളോട് ഈ കുതിര സവാരി പഠിപ്പിക്കുമ്പം ഞങ്ങളുടെ ഈ ഇൻസ്ട്രക്ടേഴ്സ് പറയുന്നൊരു വാചകമുണ്ട്. അന്ന് ഞങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ നമ്മൾ കുതിര നമ്മളെ തള്ളി നിലത്തിടുകയും കുതിരപ്പുറത്ത് കയറാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരികയും കുതിരയെ നന്നായിട്ട് ഓടിക്കാൻ പറ്റാത്ത ആൾക്കാരോടൊക്കെ സ്ഥിരമായിട്ട് അവർ പറഞ്ഞിട്ടുന്നൊരു വാചകമുണ്ട്. ഘോടേക്കോ നൈ സംഭാൽ സക്തി ഡിസ്ട്രിക്ട് ആ സംഭാലോകെ. ഒരു കുതിരയെ നിയന്ത്രിക്കാൻ പറ്റാതെ നിങ്ങൾ എങ്ങനെയാണ് ജില്ല ഭരിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് ഞങ്ങൾ കരുതുന്നത് വെച്ചാൽ ഈ ജില്ല എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് സമാനമായതൊരു സാധനമാണെന്ന്. പക്ഷേ ജില്ലയിലെത്തിയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ കുതിരയും ജില്ലയും തമ്മിൽ യാതൊരു ബന്ധമില്ല. നിങ്ങൾ ഇനി എത്ര കുതിര ഓടിച്ചാലും എത്ര ഭംഗിയായിട്ട് കുതിര ഓടിക്കുന്ന ഒരാൾക്ക് അങ്ങനെയാണ് നല്ലൊരു കുതിരക്കാരൻ മതിയല്ലോ SP ആയിട്ട്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. പക്ഷെ നമ്മളെ അന്ന് പഠിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്ന ഒരു ഓമനത്വത്തോടുള്ളൊരു വാചകമായിരുന്നു അത്. ഘോടേക്കോ നൈ സംഭാൽ സക്തി ഡിസ്ട്രിക്ട് ആ സംഭാലോകെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആ ചോദ്യം. ആ ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ അന്ന് ധരിച്ചിരുന്നത് കുതിരയും ജില്ലയും എന്തോ ഒരുപോലെയാണ്. പക്ഷെ അങ്ങനെയല്ല നമുക്ക് മനസ്സിലാവാണ്. അപ്പോൾ അതുപോലെയാണ് ഞാൻ വിൻസെൻ്റ് പോൾ സാറിൻ്റെ വണ്ടി കണ്ടപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഈ ഗ്ലാമർ, ഈ വണ്ടി, ഈ വാഹനം അത് അതിനകത്തുണ്ട്. പക്ഷെ അതല്ല, അതിനേക്കാൾ ഒരുപാട് വേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നും കൂടുതൽ വെല്ലുവിളികളുണ്ടെന്നും ഒരുപാട് സന്തോഷങ്ങളും ആത്മസംഘർഷങ്ങളും അത് കഴിഞ്ഞ് എന്താ പറയുക വലിയൊരു ഒരു ഇതിലൊക്കെ ഒരു താതാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ വരുന്നൊരു സാറ്റിസ്ഫാക്ഷനും അതിനകത്തുണ്ടെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. ആ മനസ്സിലായപ്പം നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ ജോലിയുടെ ആഴം കൂടുതൽ മനസ്സിലായി, അതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലായി, അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായി, അതിൻ്റെ ദോഷങ്ങൾ മനസ്സിലായി. അപ്പോൾ കുറച്ചും കൂടെ നന്നായി അതിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സന്തോഷമാണ് ഇപ്പോൾ കിട്ടുന്നത്. മുമ്പ് ധരിച്ചിരുന്ന സന്തോഷമല്ല എന്ന് മാത്രമേ പറയുന്നത് അർത്ഥമുള്ളൂ. അല്ലാതെ ഇച്ഛാഭംഗമില്ല. ഇനിയും പോരാന്നുള്ള അഭിപ്രായം. ഇനി എനിക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ജോലിയിലിരിക്കാൻ എനിക്ക് സന്തോഷമാണ് എന്ന് വെച്ച് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ മടുപ്പാണെന്ന് പറ്റൂല എന്നല്ല പറഞ്ഞതിനർത്ഥം. എല്ലാവരും എന്താ പറയുക, ഇലകൊഴിയും ശിശിരം എന്ന് പറഞ്ഞ പോലെ ഇലകൾ കൊഴിയുടെ സമയമാകുമ്പോൾ കൊഴിയണം, അപ്പോൾ വേറെ ഇലകൾ വരും. അങ്ങനെയാണ് അതിൻ്റെ കാലത്തിൻ്റെ. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ആ ധരിച്ചിരുന്ന ഗ്ലാമറും സന്തോഷവും ഒക്കെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ ഈ ജോലിയിൽ കയറിയിട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ നമ്മൾ സ്വന്തം ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്. അത് ഈ ജോലി നമുക്ക് തരുന്ന ഒരുപാട് സന്തോഷങ്ങൾ എത്ര കിട്ടിയാലും നമുക്കത് ചിലപ്പോൾ തൃപ്തിയായില്ല എന്ന് വരാം. പക്ഷെ അങ്ങനെയല്ല, തൃപ്തി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ ജോലിയിലെല്ലാം കൊണ്ടും സന്തോഷമാണ്. ഇനി ഈ ജോലിയിൽ നമ്മൾ മുമ്പ് വിചാരിച്ചതിനേക്കാളും ഒരുപാട് സന്തോഷങ്ങൾ ഇനി കിട്ടാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആയിരക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഏത് കാര്യമാണെങ്കിലും, നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അത്രയും ഉത്തരവാദിത്വം വേണം, അത്രയും ശ്രദ്ധ വേണം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒരുപാട് പേര് സാഹൂതം വീക്ഷിക്കുകയാണ്. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കെല്ലാം പാലറ്റബിൾ ആയിരിക്കണം, അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പം സമൂഹത്തിൽ നിന്ന് ഭിന്നമായിട്ടൊരു പോലീസുകാരന് നിലനിൽപ്പില്ല. ഇതൊക്കെ അന്ന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളായിരുന്നു. അന്ന് തോന്നുന്നു. പിന്നെ ചിലപ്പം നമ്മളെ ഒരുപാട് അവമാനിച്ചെന്ന് വരും, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരും. നമ്മൾ അവമാനിക്കുന്ന ആൾക്കാരെയും നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെയും സംരക്ഷിക്കാനുള്ള ചുമതലയും പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അങ്ങനെ തികഞ്ഞ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തികഞ്ഞ നിഷ്കാമ കർമ്മിക്ക് മാത്രമേ നല്ലൊരു പോലീസുകാരനാവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഉള്ള അന്ന് മനസ്സിൽ കാണാതിരുന്ന ഒരുപാട് വെല്ലുവിളികളും സമസ്യകളും പിന്നെ അതിനുള്ള പരിഹാരങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അത് 100% സന്തോഷമാണ്. ഒരുപാട് പുതിയ സന്തോഷങ്ങൾ കിട്ടിയെന്നാണ് അതിനർത്ഥം. എന്നെ പണ്ട് ബോംബ് എറിഞ്ഞിട്ടുണ്ടല്ലോ, തലശ്ശേരിയായിരുന്നപ്പോൾ ബോംബ് എറിഞ്ഞിട്ട് കുറേ കാലം ഞാൻ എന്താ പറയുക ബെഡ് റിഡനായിട്ട് ശയ്യാവലംബി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 10-14 സർജറി കഴിഞ്ഞു. ഇപ്പോഴും ഇടത് ചെവിക്ക് ഇത്തിരി കേൾവി കുറവുണ്ട്.
അതെന്നൊന്നും ഒരു ഓർക്കാൻ പറ്റുന്ന. എന്നാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കങ്ങനെ സംഭവിച്ചു, നമ്മുടെ കൂടെയുള്ളവർക്ക് സംഭവിച്ചില്ല എന്ന് പറയുന്നൊരു സന്തോഷമാണ്. നമുക്കാണല്ലോ സംഭവിച്ചത്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥർക്കൊന്നും സംഭവിക്കില്ല, കീഴുദ്യോഗസ്ഥർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചത്. ആ റിസ്ക് എനിക്ക് തന്നെ നേരിട്ട് ഏറ്റെടുക്കാനും അത് അതിജീവിക്കാനും സാധിച്ചു എന്നുള്ളതിലുള്ള വലിയ സാറ്റിസ്ഫാക്ഷൻ ജീവിതത്തിലുണ്ട്. അതെന്നൊന്നും ഓർക്കാൻ പറ്റുന്ന, മറക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. ആര് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അനുഭവം എന്ന് പറയുന്നത് അത് തന്നെയാണ്. വ്യക്തിപരമായിട്ട് നേരിട്ടിട്ടുള്ള ആ ഒരു വെല്ലുവിളി ശരീരം കൊണ്ട് നേരിട്ടു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അന്ന് ഇത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നവരെയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ബോംബ് പൊട്ടുന്നതൊക്കെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, ആൾക്കാർക്ക് അപകടം പറ്റുന്നതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കത് പറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞാലും നമുക്ക് അതിജീവനം, നമുക്ക് ഇനി സർവൈവ് ചെയ്യാം, ഇനി മുമ്പോട്ട് പോകാം എന്ന് പറ്റും. അന്ന് ആദ്യമൊക്കെ ധരിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു, ഇനിയൊന്നും ഇല്ല എന്നൊക്കെ കരുതിയിരുന്നത്. അങ്ങനെയല്ല, നമുക്ക് പിന്നീട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ അങ്ങനെ പരിക്ക് പറ്റി കയ്യും കാലും നഷ്ടപ്പെട്ടിട്ടുള്ളവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സർവീസിൽ തന്നെ ഉള്ളവർ പലരെയും. അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും, അവരെന്താണ് ചിന്തിക്കുന്നത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. അതൊക്കെ ഈ അനുഭവങ്ങളുകൊണ്ടാണ് പറ്റുന്നത്. മറ്റേ നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ധാരണയിൽ നമ്മളിങ്ങനെ ഒരു നിരന്തരമായ ഒരു ആത്മവിശ്വാസത്തിലും ഒരു ഓപ്റ്റിമിസത്തിലും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അതൊക്കെ വ്യത്യാസമായി ജീവിതത്തെ കാണാനും ചിന്തിക്കാനും, ഇങ്ങനെ പറ്റിയത് കുറച്ചുകൂടി തീവ്രമായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെ മാറി മറിഞ്ഞു പോകുമായിരുന്നു എന്ന് സങ്കല്പിക്കാനും, അങ്ങനെ കയ്യും കാലും ഒന്നും ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആലോചിക്കാനൊക്കെ ഒരു വലിയൊരു ഐ ഓപ്പണർ ആയിരുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. അത് പോലീസ് സേനയിൽ ഉണ്ടായിട്ടുള്ള അനുഭവം എന്നുള്ളതും വ്യക്തിപരമായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതുമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് എൻ്റെ മനസ്സിലിപ്പോഴും നിൽക്കുന്നു. എനിക്ക് ദൈവവിശ്വാസത്തിനൊരു കുറവുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. യഥാർത്ഥ വിശ്വാസമാണോ എന്ന് വെച്ചാൽ എന്നെക്കാളും വലിയ വിശ്വാസികളുണ്ടാകാം. ഞാൻ എന്താ പറയുക, വിശ്വാസി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാനൊരു സ്പിരിച്വൽ ബെൻറ്റ് ഓഫ് മൈൻഡിൽ ചിന്തിക്കുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് കാലഘട്ടത്തിൽ ഒരുപാട് ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് കുഴപ്പത്തിലായിട്ടുള്ള ഒരാളാണ് ഞാൻ. എക്സിസ്റ്റൻഷ്യലിസത്തെ കുറിച്ചും സാർത്രനെയും ഫൂക്കോയും കുറിച്ചൊന്നും വായിക്കേണ്ട കാലഘട്ടമല്ല അത് യഥാർത്ഥത്തിൽ. ഖലീൽ ജിബ്രാനൊക്കെ അന്ന് എൻ്റെ ഒരു എന്താ പറയുക, അപ്പം എന്തിനാണ് ജീവിതത്തിൻ്റെ വ്യർത്ഥത എന്താണ്, അന്ന് ഒരു ഞാൻ പറഞ്ഞ് ആൾക്കാരെ ഒരുപാട് എൻ്റെ കൂട്ടുകാരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു വാചകമുണ്ട്. അതായത് ഒരുപാട് കാലം മനുഷ്യർ പലതിനും വേണ്ടി കഷ്ടപ്പെടുന്നു. രാവിലെ എഴുന്നേറ്റ് പനി വരുന്നു, കഷ്ടപ്പെടുന്നു. പരീക്ഷ എഴുതാൻ കഷ്ടപ്പെടുന്നു. പിന്നെ എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോൾ കഷ്ടപ്പെടുന്നു. പല പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ കഷ്ടപ്പെടുന്നു. കൈകാലില്ലാതെ കഷ്ടപ്പെടുന്നു. രോഗം വന്ന് കഷ്ടപ്പെടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം മരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം മരിക്കും എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ കഷ്ടപ്പാട് ഒഴിവാക്കിയിട്ട് നേരത്തെ അങ്ങ് മരിച്ചൂടെ എന്ന് ചോദിക്കുന്നൊരു ഫിലോസഫി. അതായത് എന്താ പറയുക, ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ നെഗറ്റീവായിട്ടുള്ള തനറ്റോസ് എന്ന് നമ്മുടെ ഫ്രോയിഡ് പണ്ട് പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട്. അതായത് ഒരു പരിധിവരെ പറഞ്ഞാൽ സ്വയം മരിക്കുന്നതിന്, ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിലോസഫി അത് അഡ്വക്കേറ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് അതിലെന്താ തെറ്റ് എന്ന് ആലോചിച്ചിരുന്നൊരു കാലഘട്ടം. അത് ആ പ്രായത്തിൻ്റെയും കൂടെ അപക്വത എല്ലാം വന്നു കഴിഞ്ഞപ്പം അത് വളരെ എന്താ പറയുക ശക്തമായൊരു മൂർത്തിമദ്ഭാവമായിട്ട് എന്നിൽ പരിലസിക്കുകയും അതിനെക്കുറിച്ച് ഞാൻ വാദിക്കുകയും, അത് കഴിഞ്ഞ് സാർത്ര എന്താ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ എക്സിസ്റ്റൻഷ്യലിസത്തിന് ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ഡു യു എക്സിസ്റ്റ് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ടു ലെറ്റ് ദ വേൾഡ് നോ ദറ്റ് യു ആർ എക്സിസ്റ്റിംഗ്. ലോകത്തിനെ നീ അറിയിക്കുകയാണ് ഞാൻ നിലനിൽക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ് കുറേ ആലോചിച്ചു, അങ്ങനെ അറിയിച്ചിട്ട് എന്താ പ്രയോജനം, ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു പന്ഥാവാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ പന്ഥാവ് എന്ന് പറയുന്നത്. അത് ഞാൻ എന്താ പറയുക, ഒരു ജനിച്ചപ്പോൾ തൊട്ടൊരു വിശ്വാസിയായി പോയതുകൊണ്ട് വന്നതല്ല. ഇങ്ങനെ കുറേ ഒരു സ്പിരിച്വൽ ഓറിയൻറ്റേഷനും അദ്വൈതവും വേദാന്തവും ഒക്കെ വായിച്ചും മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നത് ഒരു അധികപറ്റായിപ്പോൾ മനസ്സിലാക്കാനൊന്നും സാധിച്ചിട്ടില്ല, കാരണം മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. എന്നാൽ പോലും അങ്ങനെ വന്നിട്ടുള്ള ഒരു സ്പിരിച്വൽ ബെൻറ്റ് ഓഫ് മൈൻഡ് ഉള്ള ഒരു വളരെ റാഷണലിസ്റ്റിക് ആയിട്ടുള്ളൊരു വിശ്വാസമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ അന്ധമായിട്ടുള്ള അബദ്ധജടിലമായ വിശ്വാസങ്ങൾക്കൊന്നും ഞാൻ കൂട്ടുനിൽക്കാറില്ല എന്നാണ് എൻ്റെ ഇപ്പോഴുള്ള ഒരു വിശ്വാസം. അപ്പം ചോദ്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഞാൻ പലതും ചോദ്യം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ പല ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പ്രശ്നം ഇത് എന്തിനു വേണ്ടിയാണ് ഇത് ഒറിജിനലി ഉണ്ടായത്, ആദ്യമായിട്ട് ഇത് എന്തിനു വേണ്ടി വെച്ചതാണ് എന്ന് അറിയാത്ത കാലഘട്ടത്തിലൂടെയാണ് മനുഷ്യർ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ പലപ്പോഴും ഈ ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുമ്പം ശ്രീഭൂതബലി ശിവേലിക്ക് രാത്രി ഇങ്ങനെ ഈ പന്തം പിടിച്ചുകൊണ്ട് ആൾക്കാർ നടക്കുന്ന കാണാം.
പന്തം പിടിച്ചിരുന്ന യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്ന ഒരു കാലത്താണ് പന്തം പിടിച്ചിരുന്നത്. ഇപ്പോൾ ഇത്രയും വെളിച്ചം വെച്ചിട്ടും അതിന് മുമ്പ് കൂടെ പന്തം പിടിച്ചുകൊണ്ട് നടക്കുന്നതിനാണ് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഓരോ കാര്യത്തിനും നമ്മളിങ്ങനെ ഈ ലോജിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒറിജിനലായിട്ട് എന്തിനു വേണ്ടിയാണ് ഈ അനുഷ്ഠാനം വന്നിരുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും പലരും അനുഷ്ഠാനങ്ങൾ നടത്തുന്നത്. അത് നമ്മൾ വിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു എന്താ പറയുക, ഒരു നേരത്തെ വരെ അത് കടന്നു പോകുന്ന മനുഷ്യർ അറിയാറില്ല പലപ്പോഴും. അങ്ങനെയുള്ളതിനോട് എതിർത്തുകൊണ്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. അത് വളരെ ലോജിക്കലായിരിക്കണമെന്നും അതിന് ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു കാര്യം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിന് മറുപടി പറയാൻ സാധിക്കുന്ന ഒരു വിശ്വാസിയാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ആവാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു വിശ്വാസമാണ്. അല്ലാതെ വളരെ എന്താ പറയുക, അബദ്ധജടിലമായ ഒരു അന്ധവിശ്വാസത്തിൻ്റെ അടിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.